ഇന്നലെയാണ് ആം ആദ്മിയെ ഞെട്ടിച്ചുകൊണ്ട് 7 എംപിമാർ ബി.ജെ.പിയിലേക്ക് അംഗത്വമെടുത്തത്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, BLMന്റെ ലക്ഷ്യം. ഒരർത്ഥത്തിൽ ആം ആദ്മിയുടെ അടിവേര് തന്നെ ഇളക്കിയ ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തേക്ക് വന്നത്. രാഘവ് ചന്ദ് ഉൾപ്പെടെ 7 പേരാണ് ബി.ജെ.പിയിലേക്ക് എത്തിയത്. സ്വാതി മലിവാൾ ഉൾപ്പെടെ ഉള്ളവരും ബി.ജെ.പിയിലേക്ക് എത്തി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കെജ്രിവാൾ ഔദ്യോഗിക വസതിയിൽ വെച്ച് സ്വാതി മണിവാളിനെ ഗുണ്ടകളെ കൊണ്ട് ആക്രമിച്ചിരുന്നു. അത് വലിയൊരു വിവാദമായി മാറിയ ഒരു സംഭവമുണ്ടായിരുന്നു. രാജ്യസഭാ എംപിമാർക്ക് പിന്നാലെ പഞ്ചാബിലെ MLA-മാരും പാർട്ടി വിടുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ആം ആദ്മി നേതാക്കൾ നിൽക്കുന്നത്. 60-ലധികം MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്നാണ് ബി.ജെ.പിയിൽ ചേർന്ന നേതാക്കൾ അവകാശപ്പെടുന്നത്. പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. എംപിമാർക്ക് പിന്നാലെ MLA-മാരും പാർട്ടി വിടുന്നത് തടയാനുള്ള നീക്കത്തിലാണ് ആം ആദ്മി നേതൃത്വം. ഇടഞ്ഞു നിൽക്കുന്നവരുമായി ഉന്നത നേതാക്കൾ സംസാരിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരാനും സാധ്യതയുണ്ട്. ഇതിനിടെ രാഘവ് ചന്ദ് ഉൾപ്പെടെ 3 എംപിമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ ചെയർമാന് ആം ആദ്മി കത്ത് നൽകിയിരിക്കുകയാണ്. പാർട്ടി എംപിമാർ ആയിരിക്കെ സ്ഥാനം രാജിവെക്കാതെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നതോടെ 3 പേരും അയോഗ്യരാണ് എന്നാണ് ആം ആദ്മിയുടെ വാദം. അതേസമയം രാഘവ് ചന്ദ അവകാശപ്പെടുന്നത് ആകെയുള്ള 10 ആം ആദ്മി എംപിമാരിൽ താൻ ഉൾപ്പെടെ 7 എംപിമാർ പാർട്ടി വിട്ട് ബി.ജെ.പിക്കൊപ്പമാണ് നിൽക്കുന്നത്. രാജ്യസഭയിൽ ആം ആദ്മി എംപിമാരുടെ 3/2 ഭാഗവും കൂടുമാറിയതോടെ അയോഗ്യത ഭീഷണി ഒഴിവാക്കി ബി.ജെ.പിയുമായി ലയിക്കാൻ കഴിയുമെന്നാണ് രാഘവ് ചന്ദ പറയുന്നത്. കൂടാതെ പാർട്ടിയിൽ അസംതൃപ്തി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തമായ ഒരു കാര്യം ഉണ്ട്. അതായത് ഏത് സമയം വേണമെങ്കിലും മറ്റു 3 എംപിമാരും കൂടെ ബി.ജെ.പിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ബി.ജെ.പിയിലേക്ക് പോയ 7 എംപിമാരും ഇനി വരാനായി നിൽക്കുന്ന 3 എംപിമാരെയും അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആം ആദ്മിയുടെ നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭൂരിഭാഗം രാജ്യസഭാ എംപിമാരും ബി.ജെ.പിയുമായി നേരത്തെ തന്നെ ഒരു ധാരണയിൽ എത്തിയിരുന്നു. അത് തിരിച്ചറിയാൻ കെജ്രിവാളിനോ അല്ലെങ്കിൽ ആം ആദ്മിയിലെ മറ്റ് നേതാക്കൾക്കോ കഴിഞ്ഞില്ല. അവർക്കൊരു പിഴവ് സംഭവിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ആം ആദ്മിയുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളുമായി സംസാരിക്കാൻ വെള്ളിയാഴ്ച വൈകുന്നേരം കെജ്രിവാൾ തന്റെ വസതിയിലേക്ക് അവരെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ച നടക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് രാഘവ് ചന്ദയുടെ നേതൃത്വത്തിൽ 10-ൽ 7 എംപിമാരും പാർട്ടി വിടുകയാണെന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയാണുണ്ടായത്. രാജ്യസഭാ അംഗത്വം രാജിവെക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത തവണ വീണ്ടും മത്സരിക്കാൻ ടിക്കറ്റ് നൽകാമെന്ന് സന്ദീപ് പഥക്, ഹർഭജൻ സിംഗ്, അശോക് മിത്തൽ, രാജേന്ദ്ര ഗുപ്ത, വിക്രം സഹാനി എന്നീ 5 എംപിമാർക്ക് കെജ്രിവാൾ ഉറപ്പ് നൽകിയിരുന്നതായി പറയപ്പെടുന്നുണ്ട്. 20 മുതൽ 25 അതായത് 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ആരംഭിച്ച രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ മൂർധനമായ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. 7 രാജ്യസഭാ എംപിമാർക്ക് പിന്നാലെ 16 MLA-മാരും പാർട്ടി വിട്ടേക്കുമെന്ന സൂചനയുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അതായത് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്താനായില്ലെങ്കിൽ പാർട്ടിയുടെ ദേശീയ പദവി തന്നെ ഔദ്യോഗികമായി നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.